ആ മായിങ്ങാക്ക, നിങ്ങള് ഫ്രീയാ? ഒന്നിട്ട് കയറിക്കാണി, നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങട്ടാടാ? നമ്മളെ കൂട്ടുകാരന്റെ വീട്ടിൽ നിങ്ങളിട്ട് കയറി. ആ അബോക്ക കേറി കേറി കേറി. ആ ഷഫീഖ. ആ വലൈക്കും അസ്സലാം. കേറി 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 ഇരിക്കെ. ഇതാരാ? ഇത് നമ്മളെ സുഹൃത്താണ്. ഞാന് മൂപ്പരെ കൂട്ടിയാണ് പോന്നാണ്. ആ ആയിക്കോട്ടെ, ഇരിക്കെ. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ആ സുഖാണ്. നിങ്ങൾ എന്നാ വന്ന്? ഞാൻ വന്നിട്ട് ഒരു മാസമായി. ഞാനിജ് പുതിയ വീടൊക്കെ എടുത്തിക്കണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാന്ന് വിചാരിച്ചാണ്ട് പോന്നാണ്. മൂപ്പര വീട് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ? ആ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ്. നമ്മളെ സുഹൃത്താണ്. ഒരു മിനിറ്റ് കേട്ടോ, ഇരിക്കെ. ആ എന്തേ? ഇത് പാലിന്റെ ബില്ല്. ആ ഇപ്പൊ തരാം കേട്ടോ. ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ പാലിന്റെ പൈസ ഒന്ന് കൊടുത്താൽ കേട്ടോ. ആ ഇതാട്ടാ. ആയിക്കോട്ടെ, ശരി. മാഷാ അല്ലാ ഷഫീഖ, എൻ്റെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. എന്നാലും ഷഫീഖ, ആ പഴയ പെരിയിലുണ്ടായിരുന്ന ആ കുപ്പായം ഇജ്ജ് ഇങ്ങോട്ട് കൊണ്ടില്ലായിരുന്നു. അപ്പോക്ക ഞങ്ങൾക്കത് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതല്ലല്ലോ. 10-15 കൊല്ലം മുമ്പ് ഇപ്പം മരിച്ചിരുന്ന അന്ന് ഇട്ടിരുന്ന ഷർട്ടാ അത്. ഞങ്ങൾക്ക് അറിയില്ല ഇപ്പം അത്. നമ്മൾ പഴയ വീട്ടിലും അതേപോലെ നമ്മൾ തൂക്കിയിട്ടിരുന്ന. ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പൈസക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുമ്പോൾ ഉമ്മ ആ പോക്കറ്റ് പോയി എടുത്തോന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഉപ്പാനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കണ്ടുപിടിച്ചൊരു സൂത്രമായിരുന്നു അത്. അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങളെ ഉപ്പ വളർത്തിയത്. അതവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സാന്നിധ്യം അനുഭവപ്പെടും. അതുകൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടായി എന്ന് വെച്ച് കൊണ്ട് നമുക്കത് പറ്റൂലല്ലോ. അല്ല അപ്പൊ ഉമ്മ 2 കൊല്ലം മുമ്പ് മരണപ്പെട്ടു. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ പരിപാലിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കും. അല്ല ഇതിപ്പോ എന്ന് പോണ്? ഞാനിപ്പോൾ അടുത്ത മാസം പോകണമെന്ന് കരുതുന്നുണ്ട്. 2-3 പേർക്ക് നാട്ടിലേക്ക് വരാനുണ്ട്. നിങ്ങൾ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. അബു നീ അല്ല അല്ല ചായ ഒന്നും വേണ്ട. അവൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ജിങ്ങട് ബാ. എന്താണ് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാ. നിങ്ങൾ കാര്യം പറ, എന്നിട്ട് പോയാ മതി. അല്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്ര കുറച്ച് പ്രായമുള്ളൂ എനിക്ക്. മോന്റെ മുന്നിൽ ഇരിക്കാനുള്ള ഒരു അർഹത എനിക്കില്ല. ഈ ഞാൻ പള്ളിന്റെ അവിടെ ഒന്ന് ഇറക്കി തരും. ഉപ്പാന്റെ ഉമ്മാന്റെ കബറുകളൊന്ന് പോകണം. ആ ഇന്ത്യ മയങ്കാക്ക ഇപ്പൊ എങ്ങനെ? എടാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കും ഉപ്പാക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾ മക്കൾ കൊടുത്തിട്ടില്ല. ബാപ്പ മരിച്ചതിന്റെ 3-ാമത്തെ ദിവസം സ്വത്ത് ഒരേക്കാന്നും പറഞ്ഞാട് ഏട്ടാഞ്ചന്മാർ തച്ചറ തുടങ്ങി. ഇവിടെ വന്നപ്പോഴല്ലേ, ആ കുട്ടിന്റെ ഇത് കണ്ടപ്പോഴല്ലേ നമുക്ക് ഓരോ വില മനസ്സിലായത്. മരിച്ചുപോയ ബാപ്പാന്റെ കുപ്പായത്തിന് വരെ എന്തൊരു പ്രാധാന്യം ആ കുട്ടി കൊടുക്കുന്നത്. ബാപ്പാന്റെ കപ്പിങ്ങ പോയി ഇത് സാരില്ല, അറിയാതെ പറ്റിപ്പോയതല്ലേ. കബറിങ്ങൽ പോയി കണ്ട് ദ്വാരക്ക. അതൊക്കെ ചോദിക്കാൻ ആ കുട്ടിക്ക് എത്ര പണി? അവനെ അധികം പഠിച്ചിട്ടൊന്നുമില്ല. ബാപ്പാനും ഇമ്മാനും നോക്കാൻ വേണ്ടിട്ട് 10ാം ക്ലാസ് പകുതിയിൽ നിർത്തിക്കാണ്ട് പണിക്ക് പോരെ തുടങ്ങിയതാണ്. ഇപ്പൊ അവനിക്ക് ഗൾഫിൽ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ അടുത്തുള്ള കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. നല്ല നസീബാണ് ഇപ്പൊ അവനിക്ക്. നസീബ് ഇല്ലാതിരിക്കൂലല്ലോ. ബാപ്പാനും ഇമ്മാനും ഒക്കെ അങ്ങനല്ല കുട്ടിക്ക് എഴുതുന്നത്. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. കുഞ്ഞോളെ അങ്ങെടുത്തോ. എന്ത് പണിയാ ചെയ്തത്? നമ്മളൊക്കെ ഒന്നുമല്ലാതിരുന്നൊരു കാലത്ത് നമ്മളെയൊക്കെ പ്രാണനോളം സ്നേഹിച്ചിരുന്ന അവരില്ലാത്ത ഈ ലോകം എത്ര ശൂന്യമാണ്. അല്ലാഹുമ്മ റബ്ബിർഹുമാ കമാ റബ്ബൗനാ സഗീറ. അല്ലാഹുവേ നാഥ, അവരെന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവർക്ക് 2 ആൾക്കും കരുണ ചെയ്യണേ. അസ്സലാമു അലൈക്കും യാ അബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.